നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു മുട്ടയുടെ വിഭവമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ കൊടുക്കുമ്പം എന്നും മടുപ്പ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഈ മുട്ടയുടെ ഇത് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഈ മുട്ടയ്ക്കകത്തോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇടാം. പിന്നെ ശകലം ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മുളക് പൊടി, അതായത് ശകലം ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ്. കുഞ്ഞുങ്ങൾക്ക് എരിവ് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് കുറച്ച് ചേർത്താൽ മതി. അതിന് ശേഷം ഇതൊന്ന് ലോ ഇതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ തടിഭാഗം ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഏകദേശം മുട്ടയുടേത് ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മളിവിടെ 2 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ 2 ബ്രെഡ് നമ്മൾ ഈ പാനിനകത്തോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഒരുപാടൊന്ന് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയേ. തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഈ ബ്രെഡിങ് എടുക്കാവേ. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ മുട്ട ഈ ബ്രെഡിലേക്ക് വെച്ചതിന് ശേഷം ഇവിടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് റൗണ്ടായിട്ട്. അതിങ്ങനെ വെച്ച് കൊടുക്കുക. 2 തക്കാളിയുടെ ഇത് അരിഞ്ഞത്, കുറച്ച് മല്ലിയില. നമ്മൾ ആ ബ്രെഡും കൂടെ വെക്കുക. വെച്ചതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. കാണുമ്പോൾ അറിയാലോ. ഇഡ്ഡലി സാമ്പാറൊക്കെ കൊടുക്കുമ്പോൾ എന്നും ബോറടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.